നമ്മൾ കോർപ്പറേഷന്റെ റിവിഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോർപ്പറേഷൻ നിങ്ങൾക്കറിയാം ഓൾറെഡി സെക്ഷൻ സിയിൽ നമുക്ക് 15 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ദെൻ സെക്ഷൻ എയിലും MCQ ക്വസ്റ്റ്യൻസിലും നോർമൽ കേസിൽ വരും. ഇനി നമുക്ക് ഓൾറെഡി നിങ്ങൾക്കറിയാം ഇൻകം ടാക്സും ചാർജബിൾ ഗെയിനും നന്നായിട്ട് അറിയാമെങ്കിൽ കോർപ്പറേഷനിൽ അഡീഷണൽ ആയിട്ട് ഒന്നും നമുക്ക് പറയാനില്ല. ഓൾറെഡി അത് തന്നെയാണ് ഇങ്ങോട്ട് ബേസ്. നന്നായി ഇൻകം ടാക്സും കോർപ്പറേഷൻ CGTയും അറിയാമെങ്കിൽ അത് തന്നെ ബേസ്. ആകെ ഒരു ഡിഫറൻസ് ഉള്ളത് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നുള്ള ഒരു ചാപ്റ്റർ മാത്രമേ ഒരു ഡിഫറൻസ് പറയാനുള്ളൂ. ബാക്കിയെല്ലാം സിമിലർ ചാപ്റ്റേഴ്സ് തന്നെയാണ്. ദെൻ കോർപ്പറേഷൻ ടാക്സിൽ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് ഫസ്റ്റ് നിങ്ങളുടെ നമുക്കറിയാം ഒരു കമ്പനി പീരീഡ് ഓഫ് അക്കൗണ്ട് ഓർ അക്കൗണ്ടിങ് പീരീഡ്. കമ്പനീസ് ചിലപ്പോൾ P&L പീരീഡ് പ്രിപ്പയർ ചെയ്യുന്നത് ലോങ് P&L ആകാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് മോർ ദാൻ 12 മന്ത്. ബട്ട് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പറയുന്നത് എപ്പോഴും കമ്പനീസ് അക്കൗണ്ടിങ് പീരീഡിനെ ബേസ് ചെയ്തേ പ്രിപ്പയർ ചെയ്യാവുള്ളൂ എന്നാണ് റൂള്. അപ്പൊ നിങ്ങൾക്ക് നോർമൽ കേസിൽ നിങ്ങളുടെ P&L പീരീഡ് ലോങ് ആണെങ്കിൽ ഫസ്റ്റ് 12 മന്ത് ആൻഡ് റിമൈനിങ് മന്ത് എന്ന് അപ്പോർഷൻ ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഒരു കമ്പനിയുടെ P&L പീരീഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് January 22 ടു 30th June 23 ആണ് എന്ന് അസ്യൂം ചെയ്യുക. നിങ്ങളോട് ചോദിക്കുന്ന നിങ്ങളുടെ അക്കൗണ്ടിങ് പീരീഡ് കമ്പനിയുടെ അക്കൗണ്ടിങ് പീരീഡ് ഏതാണെന്നായിരിക്കും എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. അപ്പൊ നിങ്ങൾ പറയും ഫസ്റ്റ് 12 മന്ത് ആൻഡ് റിമൈനിങ്. പി കേസിലാണെങ്കിൽ റിമൈനിങ് 6 മന്ത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് സ്പ്ലിറ്റ് ചെയ്യുക. ഫസ്റ്റ് January 22 ടു 31st December 22 ആൻഡ് ഫസ്റ്റ് January 23 ടു 30th June 23. ഇങ്ങനെ നമ്മൾ അക്കൗണ്ടിങ് പീരീഡിനെ സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തേക്കുക. ദെൻ നിങ്ങൾക്ക് UK റെസിഡൻസ് റൂൾ ഒക്കെ അറിയാം. നോർമൽ കേസിൽ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ UK, ഇൻകോർപ്പറേറ്റഡ് എൽസ്വെയർ ബട്ട് ഇറ്റ് ഈസ് സെൻട്രലി മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ ഇൻ ദ UK. അപ്പോൾ ഒരു കമ്പനിയുടെ UK റെസിഡൻസ് സ്റ്റാറ്റസ് ആണ് നമ്മൾ പറയുന്നത്. ദെൻ നമ്മൾ നോർമലി ടോട്ടൽ പ്രോഫിറ്റിൽ നിന്ന് ഇപ്പം ഇവിടെ നിങ്ങൾക്ക് ബാക്കി ഫോർമാറ്റും കാര്യങ്ങളും അറിയാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 ലോസസ് ആണ് നമുക്ക് ടോട്ടൽ പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്ട് ചെയ്യാവുന്നത് നോർമൽ കേസിൽ. അതായത് ഒന്ന് ട്രേഡ് ലോസും ദെൻ അതുപോലെ തന്നെ പ്രോപ്പർട്ടി ലോസും. ഇൻഡിവിജ്വലിൽ നമുക്കറിയാം നോർമൽ കേസിൽ പ്രോപ്പർട്ടി ലോസ് സെറ്റ് ഓഫ് ചെയ്യുക എന്തുമായിട്ടായിരിക്കും? പ്രോപ്പർട്ടി ഇൻകം, കറന്റ് ഇയർ ഓർ ഫ്യൂച്ചർ പ്രോപ്പർട്ടി ഇൻകം ആയിരിക്കും. ബട്ട് കമ്പനിയിൽ ഒരു പ്രോപ്പർട്ടി ലോസ് ഉണ്ടായെങ്കിൽ അത് നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ പ്രോഫിറ്റുമായിട്ടായിരിക്കും സെറ്റ് ഓഫ് ചെയ്യുക. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ദെൻ പിന്നെ നമുക്കറിയാം നോർമൽ കേസിൽ QCD ടോട്ടൽ പ്രോഫിറ്റിൽ നിന്നാണ് QCD, ദാറ്റ് മീൻസ് എ ക്വാളിഫയിങ് ചാരിറ്റബിൾ ഡൊണേഷൻ, ജസ്റ്റ് ലൈക്ക് എ ചാരിറ്റി എന്ന് പറയാം. നമുക്കറിയാം P&L നിന്ന് ഡിഡക്ട് ചെയ്യാവുന്നത് ലോക്കൽ ചാരിറ്റി ആയിരിക്കും. ലോക്കൽ ചാരിറ്റിയാണ് P&L നിന്ന് ഡിഡക്ട് ചെയ്യാവുന്നത്. നാഷണൽ ചാരിറ്റി എന്ന് പറഞ്ഞെങ്കിൽ അത് എഫക്റ്റ് ഒക്കെ സെയിം ആണെങ്കിൽ പോലും കമ്പനിയുടെ ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലെ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്ന് വേണം നമ്മുടെ നാഷണൽ ചാരിറ്റി ഡിഡക്ട് ചെയ്യാൻ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ കോർപ്പറേഷന്റെ നമ്മുടെ ചാർജബിൾ ഗെയിൻ നമുക്കറിയാം ഇൻഡിവിജ്വലിന്റെ അകത്ത് സെപ്പറേറ്റ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യും. കമ്പനിയുടെ കേസിൽ അങ്ങനെ ഒരു സെപ്പറേറ്റ് കാൽക്കുലേഷൻ ഇല്ല. ഡയറക്ട്ലി നമ്മൾ എങ്ങനെയായിരിക്കും ചാർജബിൾ ഗെയിൻ കണ്ടുപിടിക്കുക? അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സെയിൽസ് പ്രോസീസ് മൈനസ് കോസ്റ്റ് ഗെയിൻ. നമുക്കറിയാം ഇൻഡെക്സേഷൻ അലവൻസ് ഒക്കെ ഉണ്ട്. അതിലേക്ക് ഞാൻ വരാം. ഞാൻ പറഞ്ഞത് ജനറൽ ആയിട്ട് പറഞ്ഞാൽ ചാർജബിൾ ഗെയിൻ നേരെ നമ്മൾ ഈ ഫോർമാറ്റിലേക്കായിരിക്കും എടുക്കുക. CGT ലയബിലിറ്റി ഒരു സെപ്പറേറ്റ് കാൽക്കുലേഷൻ ഇല്ല. നോർമലി കോർപ്പറേഷന്റെ റേറ്റ് ആയ 19% വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുള്ളൂ. ദെൻ ഡിവിഡൻഡ് റിസീവ് ചെയ്യാൻ നോർമലി എക്സംഡ് ആണ്. UK ഡിവിഡൻഡ് ആയാലും ശരി ഓവർസീസ് ഡിവിഡൻഡ് ആയാലും ശരി നമ്മൾ നോർമൽ കേസിൽ എക്സംഡ് ആണെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ദെൻ ഡയറക്ട്ലി നമുക്കറിയാം 19% അപ്ലൈ ചെയ്താൽ മതിയാവും. ദെൻ നമുക്കറിയാം നമ്മുടെ കോർപ്പറേഷനിലെയും ഇൻഡിവിജ്വലിലെയും തമ്മിൽ മെയിൻ ഡിഫറൻസ് P&L സ്ലൈറ്റ് ഡിഫറൻസേ ഉള്ളൂ. ആ സ്ലൈറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് യൂസ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇൻഡിവിജ്വലിലെ P&L പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രേഡിംഗ് പ്രോഫിറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നോർമലി അവിടെ ബിസിനസ് ആൻഡ് പ്രൈവറ്റ്, അപ്പം ഒരു ട്രേഡർ മോട്ടോർ എക്സ്പെൻസ് യൂസ് ചെയ്തു, ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റ് എക്സ്പെൻസ് വന്നെങ്കിൽ ബിസിനസ് ആൻഡ് പ്രൈവറ്റ് നമ്മൾ P&L അപ്പോർഷൻ ചെയ്യണം. അതേസമയം കമ്പനിയിൽ ബിസിനസ്സെന്നോ പ്രൈവറ്റെന്നോ അപ്പോർഷൻ ഇല്ല. ഡയറക്ട്ലി ഫുൾ മോട്ടോർ എക്സ്പെൻസും P&L ഡിഡക്ട് ചെയ്യാം. പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷനും ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ അതുപോലെ തന്നെ കമ്പനിയുടെ കേസിലേക്ക് വരുമ്പോൾ അനദർ ഡിഫറൻസ് ക്യാപിറ്റൽ അലവൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ്. ക്യാപിറ്റൽ അലവൻസ് നമുക്കറിയാം സോൾ ട്രേഡറിന്റെ ചാപ്റ്ററിൽ നമ്മൾ നോർമൽ കേസിൽ പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ അലവൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ട്രേഡർ ഏതെങ്കിലും ഒരു അസറ്റ് ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റ് യൂസ് ചെയ്തെങ്കിൽ സെപ്പറേറ്റ് ഒരു ഹെഡ് ക്രിയേറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്.
അതായത് കാറെങ്കിൽ കാറ്, അല്ലെങ്കിൽ ലാപ്ടോപ്പ് എങ്കിൽ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ഏത് ഹെഡായാണ് അതാത് ഹെഡ് ക്രിയേറ്റ് ചെയ്യുക. ബട്ട് കമ്പനിയിൽ ഇവിടെ ഒരു ഡയറക്ടർ ഏതെങ്കിലും ഒരു അസറ്റ് ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റ് യൂസ് ചെയ്താലും സെപ്പറേറ്റ് ഹെഡ് ഒന്നും ക്രിയേറ്റ് ചെയ്യണ്ട. നമ്മളെ നോർമൽ കേസിൽ മെയിൻ പൂൾ അസറ്റ് എങ്കിൽ മെയിൻ പൂൾ, സ്പെഷ്യൽ പൂൾ എങ്കിൽ സ്പെഷ്യൽ പൂൾ എന്നുള്ള ഹെഡിലേക്ക് വന്നാൽ മതി. നമ്മൾ ക്യാപിറ്റൽ അലവൻസിന്റെ അഡീഷണൽ എക്സ്പ്ലനേഷനിലേക്ക് വന്നോളാം. ക്യാപിറ്റൽ അലവൻസിന്റെ അഡീഷണൽ പാർട്ട് നമുക്കറിയാം, നോർമൽ കേസ് പോലെ തന്നെ AIA, WD ഒക്കെ അപ്പോർഷൻ ചെയ്യണം. അതായത് നിങ്ങളുടെ അക്കൗണ്ടിങ് പീരീഡ് ഷോർട്ട് ആണെങ്കിൽ അതിനെ ബേസ് ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ക്യാപിറ്റൽ അലവൻസ് അപ്പോർഷൻ ചെയ്യണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. AIA ആൻഡ് WDA, FIA ഒരിക്കലും നമ്മൾ അപ്പോർഷൻ ചെയ്യില്ല, ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ലോങ് പീരീഡ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി അക്കൗണ്ടിങ് പീരീഡ് സ്പ്ലിറ്റ് ചെയ്ത് ആ അക്കൗണ്ടിങ് പീരീഡിനെ ബേസ് ചെയ്തായിരിക്കും ക്യാപിറ്റൽ അലവൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ എൻഹാൻസ്ഡ് ക്യാപിറ്റൽ അലവൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ കമ്പനി 1st April 21 to 31st March 2023 ടൈം പീരീഡിൽ എന്തെങ്കിലും അസറ്റ്സുകൾ ബിസിനസ്സിലേക്ക് പർച്ചേസ് ചെയ്തെങ്കിൽ നമുക്കറിയാം, അതിന് നമുക്ക് മെയിൻ പൂളിന് എലിജിബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആണെങ്കിൽ സൂപ്പർ ഡിഡക്ഷനും, അതുപോലെ തന്നെ സ്പെഷ്യൽ പൂളിന് എലിജിബിൾ ആയിട്ടുള്ള അസറ്റ് ആണെങ്കിൽ, അതായത് 1 million എബോവ് നമ്മൾ പർച്ചേസ് ചെയ്തെങ്കിൽ 50% FIA എന്ന് പറഞ്ഞുകൊണ്ട് അഡീഷണൽ ഡിഡക്ഷനും ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ നമ്മൾ ഈ സൂപ്പർ ഡിഡക്ഷൻ ഒന്നും സെക്കൻഡ് ഹാൻഡ് അസറ്റ്സിന് കിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. കാറിന് കിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ട്രേഡ് CC എന്ന ഇയറിലാണെങ്കിലും കിട്ടത്തില്ല. അപ്പം പ്രത്യേകം നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്ത ഡേറ്റും ഈ ടൈം പീരീഡ് ആണോ എന്നുള്ളത് പ്രത്യേകം ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ചോണം. ദെൻ അത്രയേ ഉള്ളൂ P&L അല്ലെങ്കിൽ ക്യാപിറ്റൽ അലവൻസുമായിട്ട് കണക്ട് ചെയ്ത് പറയാനുള്ള ഒരു മെയിൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകമായിട്ടൊന്നും ശ്രദ്ധിക്കാനില്ല. ദെൻ പ്രോപ്പർട്ടി ഇൻകത്തിന്റെ പോർഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇൻഡിവിജ്വലിലെ പ്രോപ്പർട്ടി ഇൻകം കാൽക്കുലേഷനിലേക്ക് വരുന്നത്, നമ്മുടെ നോർമൽ കേസിൽ ഇൻഡിവിജ്വലിലെ പ്രോപ്പർട്ടി ഇൻകം കാൽക്കുലേഷനിൽ നോർമൽ പ്രോപ്പർട്ടി ഇൻകവും അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയം ഓൺ ലീസസ്, ഈ 2 പ്രോപ്പർട്ടി ഇൻകം കാൽക്കുലേഷൻ ആണ് ഇൻഡിവിജ്വൽ കമ്പനിയിൽ വരിക. ഇൻഡിവിജ്വലിന്റെ അകത്ത് നമുക്കറിയാം, നോർമൽ പ്രോപ്പർട്ടി ഇൻകം, FHL, റെന്റ് റൂം റിലീഫ് ആൻഡ് പ്രീമിയം ഓൺ ലീസസ്, ഇത്രയും കാര്യങ്ങൾ ഇൻഡിവിജ്വലിൽ വരും. ബട്ട് കമ്പനിയിൽ വരുന്നത് നോർമൽ പ്രോപ്പർട്ടി ഇൻകവും പ്രീമിയം ഓൺ ലീസസ് മാത്രമേ വരത്തുള്ളൂ. പിന്നെ കമ്പനിയും ഇൻഡിവിജ്വലും ആയിട്ടുള്ള മെയിൻ ഡിഫറൻസ്, ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നോർമൽ കേസിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഇൻകത്തിൽ, കമ്പനിയുടെ കേസിലാണെങ്കിൽ കമ്പനിയുടെ ഇൻട്രസ്റ്റ് ഇൻകം എന്നുള്ള പോർഷനിൽ നിന്ന് വേണം പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റ് ഡിഡക്ട് ചെയ്യാൻ. ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻകം ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് ഫിനാൻസ് കോസ്റ്റ് റിലീഫ് എന്ന് പറഞ്ഞായിരിക്കും ഡിഡക്ട് ചെയ്യുക. പ്രോപ്പർട്ടി ലോസ് വന്നാൽ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിരുന്നു, ടോട്ടൽ പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യണം ബിഫോർ QCD. ഫ്യൂച്ചറിൽ ക്യാരി ഫോർവേഡ് ചെയ്യുവാണെങ്കിൽ നോർമൽ കേസിൽ നമുക്കറിയാം, അവിടെ QCD പ്രിസർവ് ചെയ്യണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്യൂച്ചറിലും ടോട്ടൽ പ്രോഫിറ്റുമായിട്ട് തന്നെയായിരിക്കും സെറ്റ് ഓഫ് ചെയ്യുക. ലീസ് പ്രീമിയം നിങ്ങൾക്ക് ഓൾറെഡി ഇൻഡിവിജ്വലിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയതാണ്, അത് മാത്രമേ ഉള്ളൂ, ഡിഫറൻസ് ആയിട്ടൊന്നും പറയാനില്ല. ദെൻ ഇനി P&L ഡിഡക്ട് ചെയ്യുന്ന കേസിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കോസ്റ്റ് ഓഫ് ലീഗൽ ഫീസ് റിന്യൂവിങ്, വേർഡ് ശ്രദ്ധിച്ചോണം. ന്യൂ ആണ് റിന്യൂവൽ ആണോ എന്ന്. റിന്യൂവൽ ആണെങ്കിൽ അലൗഡ് ആയിരിക്കും, ന്യൂ ആണെങ്കിൽ അലൗഡ് അല്ല. സോ അത് വേർഡ് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ദെൻ ലീഗൽ ഫീസ് കണക്ഷൻ വിത്ത് ദ ഇഷ്യൂ ഓഫ് ലോൺ നോട്ടും ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റലും തമ്മിൽ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ലീഗൽ ഫീസ് ഇൻ കണക്ഷൻ വിത്ത് ലോൺ നോട്ട്സ് നമുക്ക് അലൗഡ് ആണ്, ഷെയർ ക്യാപിറ്റൽ ഡിസലൗഡ് ആണ്, അതും പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ദെൻ എന്റർടൈനിങ് ഓവർസീസ് കസ്റ്റമേഴ്സ് ആൻഡ് UK കസ്റ്റമേഴ്സ് ഡിസലൗഡ് ആണ്. നമ്മുടെ വാറ്റിന്റെ പോർഷൻ നമ്മൾ പറയും എന്റർടൈനിങ് ഓവർസീസ് കസ്റ്റമേഴ്സ് അലൗഡും എന്റർടൈനിങ് UK കസ്റ്റമേഴ്സ് ഡിസലൗഡ് എന്നാണ് പറയുക. നമ്മുടെ P&L പ്രിപ്പറേഷനിൽ വരുമ്പോൾ entertaining overseas ആയാലും both are disallowed ആണ് actually. Entertaining overseas and entertaining UK customers both are disallowed. Then chargeable gain for companies ന്റെ ഏരിയാസിൽ വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ടാക്സ് പ്ലാനിംഗ് വന്നൊരു ക്വസ്റ്റൻ ആയിരുന്നു, ഇൻഡിവിജ്വലും കമ്പനിയും തമ്മിൽ ചാർജബിൾ ഗെയിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ് മെയിൻ ഡിഫറൻസ്, എന്തായിരിക്കും മെയിൻ ഡിഫറൻസ്? അതായത് ഇൻഡിവിജ്വൽ ആണെങ്കിൽ AEA ആനുവൽ എക്സംപ്റ്റ് എമൗണ്ട് എലിജിബിൾ ആണ്, കമ്പനിയിലെ ആനുവൽ എക്സംപ്റ്റ് എമൗണ്ട് എലിജിബിൾ അല്ല. അതിന് പകരം കമ്പനിയിൽ എന്തായിരിക്കും എലിജിബിൾ ഉള്ളത്?
കമ്പനിയിൽ ഇൻഡെക്സേഷൻ അലവൻസ് ആണുള്ളത്. ബട്ട് പ്രത്യേകം മെൻഷൻ ചെയ്യണം, അപ് ടു December 17 വരെയാണ് ഇൻഡെക്സേഷൻ അലവൻസ് ഉള്ളത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കും. ദെൻ ചാർജബിൾ ഗെയിൻ ഇൻഡിവിജ്വലിന് ആകെ ഒരു ഡിഫറൻസ് ഉള്ളത് ഇൻഡെക്സേഷൻ അലവൻസ് ആണ്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, ഇൻഡെക്സേഷൻ അലവൻസിന്റെ പേരിൽ ഒരിക്കലും ലോസ് ക്രിയേറ്റ് ആവുകയോ ഇൻക്രീസ് ആവുകയോ ചെയ്യുന്നില്ല എന്നുള്ള പോയിന്റ് പ്രത്യേകം ശ്രദ്ധിച്ചേക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, മിക്കവാറും മിസ്റ്റേക്ക് വരുത്താറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. BPP റിവിഷനിലെ ക്വസ്റ്റ്യൻ നമ്പർ 222 ആണ്. ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ ചെയ്യാവുന്നു. എല്ലാവരും തന്നെ ട്രൈ ചെയ്തേ. ചാറ്റ് ബോക്സിൽ ആൻസർ ഇട്ടേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പർച്ചേസ് 50,000 ഷെയർസ് ഇൻ വി ലിമിറ്റഡ് ഫോർ 3.5 എ ഷെയർ ഓൺ 6th June 2002. Then on 6th June 2002, E Limited sold 15,000 shares in V Limited for 70,000. നമ്മളോട് പറഞ്ഞിരിക്കണേ സെയിൽസ് പ്രൊസീഡ്സ് ആക്ച്വലി 70,000 ആണ്. ലെസ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 15,000 ആണ് ഷെയർ സെയിൽ ചെയ്തത്. 3.5 ആണ്. സോ therefore 15,000 into 3.5 ആണ് പെർ ഷെയറിന്റെ കോസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്തിരിക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. 15,000 into 3.5, that means 52,500 ആണ്. ഇനി നമുക്കറിയാം ഇത് ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 70,000 minus 52,500, 17,500 ആണ്. Then 52,500-ന് നമുക്കറിയാം ഇൻഡെക്സേഷൻ അലവൻസ് 0.578 ഇൻഡെക്സേഷൻ അലവൻസ്. 52,500 into 0.578. So that means 30,345 വരും. ബട്ട് നമുക്കറിയാം നമുക്കിവിടെ ഇൻഡെക്സേഷൻ അലവൻസ് അതിന്റെ ആവശ്യമില്ല. നമുക്ക് ആകെ റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞാൽ 17,500 ഉള്ളൂ. Therefore no gain no loss ആണ്. ഓർക്കുക, ഇൻഡെക്സേഷൻ അലവൻസിന്റെ പേരിൽ ഒരിക്കലും ലോസ് ക്രിയേറ്റ് ആവുകയോ ഓൾറെഡി ഒരു ലോസ് ഉണ്ടെങ്കിൽ അത് ഇൻക്രീസ് ആവുകയോ ചെയ്യുന്നില്ല എന്നുള്ള പോയിന്റ് പ്രത്യേകം ശ്രദ്ധിച്ചോണം. നോർമലി സ്റ്റുഡൻസ് മിസ്റ്റേക്ക് വരുത്താറുള്ളതാണ്. ദെൻ ഒരു ക്യാപിറ്റൽ ലോസ് വന്നാൽ നമുക്കറിയാം നോർമൽ കേസിൽ കറന്റ് ഇയറിൽ എന്തെങ്കിലും ചാർജബിൾ ഗെയിൻ ഉണ്ടെങ്കിൽ കറന്റ് ഇയറിലെ ചാർജബിൾ ഗെയിനായിട്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ ചാർജബിൾ ഗെയിനുമായിട്ടായിരിക്കും സെറ്റ് ഓഫ് ചെയ്യുക. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇൻഡിവിജ്വലിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കമ്പനിയിൽ ചാർജബിൾ ഗെയിൻ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് സെയിം ഡേ പ്രീവിയസ് 9 days ആൻഡ് ഷെയർ പൂൾ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ ആകെ ഒരു സ്റ്റെപ്പ് കയറി വരുന്നത് ഇൻഡെക്സേഷൻ അലവൻസ് എന്നുള്ളതാണ്. December 17 വരെയുള്ള പർച്ചേസുകൾക്ക് ഇൻഡെക്സേഷൻ അലവൻസ് ഉള്ളൂ എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിച്ചേക്കും. ദെൻ ബോണസ് ഇഷ്യൂ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ബോണസ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ്. നമ്പർ ഓഫ് ഷെയർ മാത്രം ഇൻക്രീസ് ആകുന്നു, ബട്ട് കോസ്റ്റ് ഇൻക്രീസ് ആകുന്നില്ല. അതിനാൽ തന്നെ അതിനെ ഒരു ഇവന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല. ഇൻഡെക്സേഷൻ അലവൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണ്ട. ബട്ട് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ കേസിൽ നമുക്കറിയാം അവിടെ നമ്പർ ഓഫ് ഷെയറും ഇൻക്രീസ് ആകുന്നുണ്ട്, കോസ്റ്റും ഇൻക്രീസ് ആകുന്നുണ്ട്. അതിനാൽ തന്നെ അതൊരു ഇവന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് നമ്മൾ ഇൻഡെക്സേഷൻ അലവൻസ് കാൽക്കുലേറ്റ് ചെയ്യുകയും വേണം. ടേക്ക് ഓവർ റീഓർഗനൈസേഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ആകെ എഫക്റ്റ് കയറി വരുന്ന ഇൻഡിവിജ്വലിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻഡെക്സേഷൻ അലവൻസിന്റെ കേസിൽ മാത്രമേ ഉള്ളൂ. ഇൻഡിവിജ്വലും കമ്പനി ആയിട്ടുള്ള ആകെ ചാർജബിൾ ഗെയിനിൽ അടുത്തൊരു ഡിഫറൻസ്, ഇൻഡിവിജ്വൽ നമുക്കറിയാം പല പല റിലീഫുകൾ നമ്മൾ പഠിച്ചു, ബട്ട് കമ്പനിയിൽ ആകെ ഒരേ ഒരു റിലീഫ് ഉള്ളൂ, അത് റോൾ ഓവർ റിലീഫ് ആണ്. റോൾ ഓവർ റിലീഫിൽ ആകെ ഇൻഡിവിജ്വൽ നമ്മൾ ഗുഡ് വില്ല് ക്വാളിഫയിങ് അസറ്റ് ആണ്. കമ്പനിയിൽ വരുമ്പോൾ ഒരു ഗുഡ് വില്ല് ക്വാളിഫയിങ് അസറ്റ് അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ദെൻ ഫോർമാറ്റും കാര്യങ്ങളും നമുക്കറിയാം ഇവിടെയും എല്ലായിടത്തും കമ്പനിയിൽ ഒരു ഇൻഡെക്സേഷൻ അലവൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് കയറി വരുന്നതേ ഉള്ളൂ. സെയിൽസ് പ്രൊസീഡ്സ് മൈനസ് കോസ്റ്റ് ഗെയിൻ എന്ന് നമ്മൾ പറഞ്ഞെടുത്ത് ഇവിടെ അൺഇൻഡെക്സ്ഡ് ഗെയിൻ ദെൻ ഇൻഡെക്സേഷൻ അലവൻസ് എന്നൊരു സ്റ്റെപ്പ് കയറി വന്നു. പിന്നെ ലോവർ ഓഫ് എന്നുള്ളിടത്ത് ലോവർ ഓഫ് ഇൻഡെക്സ്ഡ് ഗെയിൻ ഓർ പ്രൊസീഡ്സ് മൈനസ് കോസ്റ്റ് ഓഫ് സെക്കൻഡ് അസറ്റ്, ഈ ഒരു രീതിയിൽ. അപ്പം ഈ ഇൻഡെക്സ്ഡ് ഗെയിൻ ഓർ പ്രൊസീഡ്സ് മൈനസ് കോസ്റ്റ് ഓഫ് സെക്കൻഡ് അസറ്റ് ആണ് എടുക്കേണ്ടത്.
നമുക്ക് പിന്നെ ഓർത്തോണം ഇത് മിക്കവാറും ക്വസ്റ്റ്യൻ ഇടയ്ക്കൊക്കെ വരാറുള്ളതാണ്. അതായത് റോൾ ഓവർ ലീഫ് നമുക്ക് ക്ലെയിം ചെയ്യുന്നത് ബൈക്കിലേക്ക് 12 months ഫ്യൂച്ചറിലേക്ക് 36 months ആണെന്നുള്ളതും ടോട്ടലി 4 years എന്നുള്ളത് കാര്യവും ഓർത്തിരുന്നേക്കുക. Then losses for companies. ലോസസ് ഫോർ കമ്പനീസിൽ ആകെ ഇൻഡിവിജ്വലും കമ്പനിയായിട്ടുള്ള മറ്റൊരു ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ നമുക്ക് ഓപ്പണിംഗ് റിലീഫ് ഉണ്ട്, കമ്പനിയിൽ നമുക്ക് ഓപ്പണിംഗ് റിലീഫ് ഇല്ല എന്നുള്ളത് ഒരു മെയിൻ ഡിഫറൻസ് ആണ്. കമ്പനിയുടെ കേസിലേക്ക് വരുമ്പോൾ ആദ്യമേ നമുക്കറിയാം ട്രേഡിംഗ് ലോസ്, എന്റെ ബിസിനസ്സിൽ ഒരു ലോസ് വന്നെങ്കിൽ അത് ആദ്യമേ കറന്റ് ഇയറിലെ ടോട്ടൽ പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യും ബിഫോർ QCD ഫോർമാറ്റ് പ്രകാരം. ദെൻ റിമൈനിങ് 12 month ബാക്കിലേക്ക് 12 month ക്യാരി ബാക്ക് ചെയ്യും. ദെൻ ക്യാരി ഫോർവേഡ് എനി നമ്പർ ഓഫ് ഇയേഴ്സ് ക്യാരി ഫോർവേഡ് ചെയ്യാം എന്നുള്ള കാര്യം ഓർക്കുക. ടെർമിനൽ ലോസ് ആണെങ്കിൽ നമുക്കറിയാം ട്രേഡ് സീസ് ചെയ്യുന്ന ടൈമിലെ ലാസ്റ്റ് 12 month ലോസ് പ്രീവിയസ് 36 months ടോട്ടൽ പ്രോഫിറ്റുമായിട്ടാണ് സെറ്റ് ഓഫ് ചെയ്യുക. ഇൻഡിവിജ്വൽ അത് ട്രേഡിംഗ് പ്രോഫിറ്റ് ആയിരുന്നു, കമ്പനിയിൽ അത് ടോട്ടൽ പ്രോഫിറ്റ് ആണ്. അതും പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ക്യാരി ബാക്കിന്റെ കേസ് പറഞ്ഞിരുന്നു. അപ്പം എന്റെ ലോസ് മേക്കിംഗ് പീരീഡിന്റെ പ്രയർ ഇയർ ഷോർട്ട് ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 8 month പ്ലാനിലാണെങ്കിൽ നമുക്കറിയാം 12 month ക്യാരി ബാക്ക് ചെയ്യാം. അതുകൊണ്ട് റിമൈനിങ് 4 month പ്രോഫിറ്റ് ഇവിടുന്ന് അപ്പോർഷൻ ചെയ്തെടുക്കുക. ഇനി അതല്ല ഇത് 7 month എങ്കിൽ ഇത് 5 month അപ്പോർഷൻ ചെയ്തെടുക്കുക. അങ്ങനെ ഓർത്തോണം 12 month ക്യാരി ബാക്ക് ചെയ്യുന്ന കാര്യം ശ്രദ്ധിച്ചേക്കുക. പ്രോപ്പർട്ടി ലോസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ക്യാപിറ്റൽ ലോസും ഓൾറെഡി ഡിസ്കസ് ചെയ്തു പോയതാണ്. ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഏരിയാസിലേക്ക് വരുമ്പോൾ മെയിൻലി 2 ഗ്രൂപ്പ് ആണ്, ഗ്രൂപ്പ് റിലീഫ് ഗ്രൂപ്പ് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പ്. ഗ്രൂപ്പ് റിലീഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി അറിയാം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഹോൾഡിംഗ് മോർ ദാൻ 75% ആണ്. ദെൻ അവിടെ ഓർക്കേണ്ടത് നമുക്കറിയാം ലോസ് മേക്കിംഗ് പീരീഡിന് കമ്പനീനെ സറണ്ടറിങ് കമ്പനി എന്നും പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനീനെ ക്ലൈമന്റ് കമ്പനി എന്നും പറയുന്നു. ദെൻ അതുപോലെ തന്നെ 2 കമ്പനി നമുക്കറിയാം ഗ്രൂപ്പ് ഫോം ചെയ്യാനായിട്ട് UK റെസിഡന്റ് കമ്പനി ആകണമെന്നില്ല, ഓവർസീസ് കമ്പനിയും ഗ്രൂപ്പ് ഫോം ചെയ്യാം. ബട്ട് ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോസ് സെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ അത് UK റെസിഡന്റ് കമ്പനി ആയിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ ഗ്രൂപ്പ് ലീഫ് ഗ്രൂപ്പിൽ സെറ്റ് ഓഫ് ചെയ്യാവുന്നത് ട്രേഡ് ലോസും QCDയും പ്രോപ്പർട്ടി ബിസിനസ് ലോസും ആണ് സെറ്റ് ഓഫ് ചെയ്യാവുന്ന ഗ്രൂപ്പ് മെമ്പേഴ്സുകൾ തമ്മിൽ. കറന്റ് ഇയറിലും സെറ്റ് ഓഫ് ചെയ്യാം, ക്യാരി ഫോർവേഡ് ഫ്യൂച്ചറിലെ ടോട്ടൽ പ്രോഫിറ്റുമായിട്ട് ഗ്രൂപ്പ് മെമ്പേഴ്സുകൾ തമ്മിൽ സെറ്റ് ഓഫ് ചെയ്യാം. ബട്ട് QCD ക്യാരി ഫോർവേഡ് ഇല്ല, കറന്റ് ഇയറിൽ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാവുള്ളൂ. മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം പ്രത്യേകിച്ച് തിയറീസ് ഒക്കെ ആയിട്ട് 15 മാർക്ക് ക്വസ്റ്റിന് 2 മാർക്കിനൊക്കെ ആയിട്ട് വേണമെങ്കിൽ വരാം. ഓർത്തോണം ലോസ് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് അക്കൗണ്ടിങ് പീരീഡുകൾ തമ്മിൽ, അതായത് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ലോസ് മേക്കിംഗ് പീരീഡിന്റെ 3 month ജാനുവരി ഫെബ്രുവരി മാർച്ച് ആണെങ്കിൽ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയുടെയും ആ സെയിം സിമിലർ മന്തുകളായിരിക്കും ലോസും പ്രോഫിറ്റും തമ്മിൽ സെറ്റ് ഓഫ് ചെയ്യുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡയറക്ട്ലി 75 ആൻഡ് ഇൻഡയറക്ട്ലി 50% എന്നാണ് പറയുന്നത്. അതിന്റെ മീനിങ്ങിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരരുത്. ഈച്ച് ആൻഡ് എവരി കണക്ഷൻ ഡയറക്ട്ലി ഉണ്ടായിരിക്കണം. ഡയറക്ട്ലി കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇൻഡയറക്ട് കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാവുള്ളൂ. അല്ലാതെ നേരെ ഇൻഡയറക്ട് കണക്ഷൻ നോക്കരുത്. ഡയറക്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഡയറക്ട് കണക്ഷൻ ചെക്ക് ചെയ്യാവുള്ളൂ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പിൽ. ദെൻ ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് അസറ്റ്സുകൾ തമ്മിൽ നോ ഗെയിൻ ലോസിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഓർത്തിരുന്നോണം, നോ ഗെയിൻ നോ ലോസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്ലസ് ഇൻഡെക്സേഷൻ അലവൻസ് ആണ് എന്നുള്ള പോയിന്റ് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ദെൻ അതുപോലെ തന്നെ ലോസസും ഗെയിനും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ബട്ട് ഓർക്ക് കറന്റ് ഇയർ ഗെയിനും ലോസും ഗ്രൂപ്പ് റിലീഫ് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു ക്യാരി ഫോർവേഡ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. ബട്ട് ഇവിടെ നമുക്ക് കറന്റ് ഇയർ ആൻഡ് ക്യാപിറ്റൽ ലോസേ അവൈലബിൾ ഉള്ളൂ. റോൾ ഓവർ ലീഫ് ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പ് മെമ്പേഴ്സുകൾ തമ്മിലും എലിജിബിൾ ആണ്. നമ്മൾ മുമ്പ് ഓൾറെഡി ഒരു റോൾ ഓവർ ലീഫിന്റെ ഫോർമാറ്റ് കണ്ടിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും സെയിം പോലെ തന്നെ ലോവർ ഓഫ് ഇൻഡെക്സ്ഡ് ഗെയിൻ ഓർ സെയിൽസ് പ്രൊസീഡ്സ് മൈനസ് കോസ്റ്റ് ഓഫ് സെക്കൻഡ് അസറ്റ് എന്നാണ് ചെയ്യേണ്ടത്. ബട്ട് കോസ്റ്റ് ഓഫ് സെക്കൻഡ് അസറ്റ് എന്ന് പറയുമ്പോൾ എന്റെ ഗ്രൂപ്പ് മെമ്പറിന്റെ കോസ്റ്റ് ആയിരിക്കും. എന്റെ ഗ്രൂപ്പ് മെമ്പർ ഈ പറഞ്ഞ ബാക്കിലേക്ക് 12 monthനുള്ള ഫ്യൂച്ചറിലേക്ക് 36 monthനുള്ള പർച്ചേസ് ചെയ്തെങ്കിൽ അതായിരിക്കും സിമിലർ വരിക എന്നുള്ളത് ഓർത്തിരിക്കും. അത്രേ കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്ത് എടുത്ത് പറയാനുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ?
കോർപ്പറേഷനിലെ റീക്യാപ്പ് എന്ന് പറയാൻ ഇതേ ഉള്ളൂ. നമ്മൾ ഇനി റിവിഷൻ കിറ്റിലേക്ക് 15 മാർക്ക് ക്വസ്റ്റിനിലെ റിവിഷൻ കിറ്റ് സെക്ഷനിലേക്ക് പോവുക. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ പറഞ്ഞ ഏതെങ്കിലും പോയിന്റുകളിൽ? ഇല്ല. സോ റിവിഷൻ കിറ്റിലെ question number 251. Question number 251. The first requirement state the factors which will influence the company's choice of law slip. ഇത് മിക്കവാറും വരാറുള്ള തിയറിയാണ്, അത് പ്രത്യേകം ഓർത്തോണം. നമുക്കറിയാം QCD വേസ്റ്റ് ആക്കാതെ ഉള്ള പോയിന്റ്, പിന്നെ അല്ലെങ്കിൽ ടാക്സ് സേവിംഗ് തിയറീസ് നിങ്ങൾ ട്രേഡ് ലോസിന്റെ ചാപ്റ്ററിൽ നോക്കി അത് ബൈഹാർട്ട് ചെയ്തിരിക്കണം. അത് ഇൻഡിവിജ്വലിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലോസ്, എങ്ങനെയായിരിക്കാം ലോസ് സെറ്റ് ഓഫ് ചെയ്യേണ്ട, എന്തിനെയൊക്കെ ബേസ് ചെയ്തായിരിക്കാം ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്ന ഡിസൈഡ് ചെയ്യുന്ന, ഏത് ഓർഡറിൽ വേണമെന്നുള്ളത്. നമുക്കറിയാം കറന്റ് ഇയറിലും ക്യാരി ബാക്കും നമ്മൾ പോയാൽ നമ്മുടെ QCD വേസ്റ്റ് ആകും. ദെൻ ക്യാരി ഫോർവേഡിൽ ലോസ് സെറ്റ് ഓഫ് ചെയ്താൽ QCD വേസ്റ്റ് ആവില്ല. ബട്ട് നമ്മുടെ കമ്പനിക്ക് ക്യാഷ് ഫ്ലോ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ കറന്റ് ഇയറും ക്യാരി ബാക്കും പോയാലേ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഫണ്ട് കിട്ടത്തുള്ളൂ. അപ്പൊ ഇതിനെയൊക്കെ ബേസ് ചെയ്താണ് ഏത് ലോ സെറ്റ് ഓഫ് ആണ് വേണ്ടത് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യാം. ആ ഒരു പോർഷൻ തിയറീസ് നോക്കിക്കോണം. സോ ഫസ്റ്റ് റിക്വയർമെന്റ് കാൽക്കുലേറ്റ് മൂൺ ലിമിറ്റഡ് ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് ലോസ് ഫോർ ദ ഇയർ എൻഡഡ് March 23. ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് ലോസ് ആണ് ചോദിച്ചിരിക്കുന്നത്. Then your computation should commence with the company's operating loss figure ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, and should list indicate by the use of 0. You should assume that the company claims maximum capital allowance, 7 mark. Then assuming that Moon Limited wishes to claim the relief as early as possible, calculate company's corporation tax liability. And the last requirement, calculate the amount of any unused losses to carry forward to utilized in the year ending March 24. അപ്പം ഇത്രയാണ് റിക്വയർമെന്റ്. നമുക്ക് സിനാരിയോയിലേക്ക് പോകാം. $93,480 ഓപ്പറേറ്റിംഗ് ലോസിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. M Limited reported an operating loss $93,820 in a statement of profit or loss. Operating expense, then depreciation, നമുക്കറിയാം നോർമൽ കേസിൽ depreciation add back ചെയ്യണം 7,230. Then leasing cost, note number 1, lease office equipment and lease on car. നമുക്കറിയാം ഓഫീസ് എക്യുപ്മെന്റ് ലീസ് ചെയ്യാന്ന് റിലേറ്റിംഗ് ടു ട്രേഡ് ആണ്, അലൗഡ് ആണ്. ബട്ട് ലീസ് ഓൺ കാർ CO2 എമിഷൻ 65 gram ആണ്, നമുക്കറിയാം അലൗഡ് അല്ല. മോർ ദാൻ ഫുള്ളി അലൗഡ് അല്ല എന്നല്ല, മോർ ദാൻ 50 gram ആണെങ്കിൽ നമുക്കറിയാം 15% ഡിസലൗഡ് എന്നാണ്. സോ ദെയർഫോർ 3,400ന്റെ 15% നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. എന്റർടൈനിങ് സ്റ്റാഫ്, നമുക്കറിയാം സ്റ്റാഫ് പെർ ഹെഡ് 160 എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ സ്റ്റാഫിനെ എന്റർടൈൻ ചെയ്യാൻ വന്നിരിക്കുന്ന എക്സ്പെൻസ് എത്രയാണെങ്കിലും നമുക്ക് ഡിഡക്ഷൻ അലൗഡ് ആണ്. ദെയർഫോർ ഇൻഡിക്കേറ്റ് 0. ഓവർസീസ് കസ്റ്റമേഴ്സിന് ഡിഡക്ഷൻ അലൗഡ് അല്ല. സോ 8720 ആഡ് ബാക്ക്. QCDയും നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, P&L ഡിഡക്ട് ചെയ്യാൻ അലൗഡ് അല്ല, അത് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്നാണ് ഡിഡക്ട് ചെയ്യുക. ദെയർഫോർ ആഡ് ബാക്ക്. Then additional information, 1st April 22, the tax written down value of the main pool 43,200. 1st April 22 to 31st March 23 ടൈം പീരീഡിലേക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. മീൻസ് നമ്മുടെ P&L പീരീഡ്. ദെൻ വാൻ, നമുക്കറിയാം വാനിന് എന്ത് എലിജിബിൾ, ഇവർ ഓൾറെഡി സെയിൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇൻഡിവിജ്വൽസിന്റെ P&L അല്ല ലിമിറ്റ്. ഞാൻ ഒരു എംപ്ലോയി ആണെങ്കിലാ, ട്രേഡർ പോയിന്റ് ഓഫ് വ്യൂ P&L ലിമിറ്റ് അല്ല. ഞാൻ എംപ്ലോയി ആണെങ്കിൽ എനിക്ക് 150ലും കൂടുതൽ റിസീവ് ചെയ്യാൻ പാടില്ല. 150ലും എബോവ്, ഇപ്പൊ ഈ കേസാണ് 160 ആണെങ്കിൽ എന്റെ എംപ്ലോയ്മെന്റ് ഇങ്ങത്തിൽ 160 ആഡ് ചെയ്യും. ഞാൻ എന്ന ട്രേഡറോ അല്ലെങ്കിൽ ഞാൻ എന്റെ കമ്പനിയിലോ അല്ല. ഓക്കെ,
Then the following vehicles are sold during the year ended 31st March 23. എല്ലാം സെയിൽസ് ആണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം സെയിൽസ് ആണെങ്കിൽ വിച്ച് എവർ ഈസ് ലോവർ, കോസ്റ്റ് ഓർ ഡിസ്പോസൽ വാല്യൂ വിച്ച് എവർ ഈസ് ലോവർ എന്നാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. വാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു മെയിൻ പൂൾ ഐറ്റം ആണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പ്രൊസീഡ് വാല്യൂ 11,800 ഒറിജിനൽ കോസ്റ്റ് 14,700 ആണ്. വിച്ച് എവർ ഈസ് ലോവർ ആയതുകൊണ്ട് 11,800 നമ്മൾ ഡിഡക്ട് ചെയ്യും. Then car 13th August 22. Then another car 9th March 23 ആണ്. കാർ ഏത് പൂളാന്ന് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് രണ്ടും നമ്മൾ മെയിൻ പൂളിൽ തന്നെയാണ് എടുക്കുക. ഫസ്റ്റ് കാർ നമുക്കറിയാം ലോവർ ഫിഗർ എന്ന് പറയുന്നത് 8,100 ആണ്. ദെൻ സെക്കൻഡ് കാറിന്റെ കേസിൽ 5,300 ആണ് ഡിസ്പോസൽ ആയിട്ട് കാണിക്കുന്നത്. ദെൻ ഒരു പ്രോപ്പർട്ടി ലോസ് തന്നിട്ടുണ്ട്. നമുക്കറിയാം കറന്റ് ഇയറിലെ ടോട്ടൽ പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ ടോട്ടൽ പ്രോഫിറ്റുമായിട്ടായിരിക്കും സെറ്റ് ഓഫ് ചെയ്യുന്നത്. ദെൻ ഷെയർ സെയിൽ ചെയ്ത കേസാണ്. എം ലിമിറ്റഡ് മേക്ക് എ പ്രോഫിറ്റ് ഓൺ ഡിസ്പോസൽ ഷെയർ 3,700 ഇൻ റെസ്പെക്ട് ഓഫ് ദ 1% ഷെയർ ഹോൾഡിംഗ് വിച്ച് വാസ് സോൾഡ് ഓൺ 8th November 22. And this profit on disposal is calculated as disposal proceeds of the 34,200 less cost 30,500 indexation allowance 6,700. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ 3,700 പ്രോഫിറ്റ് കിട്ടിയെന്നാ പറഞ്ഞേ. ബട്ട് ക്ലിയർ ആയിട്ട് ഇവിടെ സെയിൽസ് പ്രൊസീഡ്സ് വാല്യൂ കണ്ടോ, പ്രൊസീഡ് വാല്യൂ തന്നിട്ടുണ്ട് 34,200 ആണ്. കോസ്റ്റ് തന്നിട്ടുണ്ട് 30,500 ആണ്. ബാലൻസ് അൺഇൻഡെക്സ്ഡ് ഗെയിൻ. ഇവിടെ ഓർക്കണം ഇൻഡെക്സേഷൻ അലവൻസ് നമുക്കറിയാം ഇതിലും ഹൈ ആണ്. സോ നമ്മൾ റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി ഇവിടെയും ക്യാപിറ്റൽ ലോസ് ഒരിക്കലും ഇൻഡെക്സേഷൻ അലവൻസിന്റെ പേരിൽ വരില്ല. സോ ഇവിടുത്തെ ചാർജബിൾ ഗെയിൻ നിൽ എന്നുള്ള രീതിയിലായിരിക്കും ആക്കണ്ടേ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. നമുക്ക് ഫോർമാറ്റിലേക്ക് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ദെൻ പ്രീവിയസ് ഇയർ എൻഡഡ് റിസൾട്ട് നമ്മൾ ഓൾറെഡി ഇയർ എൻഡഡ് March 23 ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് March 22 ഇൻഫർമേഷൻ ആണ്. ദെൻ ഇവിടെ ഒരു ട്രേഡ് പ്രോഫിറ്റ് ഉണ്ട്, പ്രോപ്പർട്ടി ബിസിനസ് ഇൻകം ഉണ്ട്, ക്യാപിറ്റൽ ലോസ് ഉണ്ട് ആൻഡ് QCD ഉണ്ട്. ക്യാപിറ്റൽ ലോസ് അപ്പൊ ഇവിടെയും അൺറിലീവ്ഡ്, കാരണം നമ്മുടെ ഈ കറന്റ് ഇയറിലും നമുക്ക് ക്യാപിറ്റൽ ലോസ് അല്ല, അവിടെ ഓൾറെഡി ചാർജബിൾ ഗെയിൻ 0 ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ഇത്രയേ ഉള്ളൂ QCD. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡ് ലോസ് പ്രിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം കമ്പ്യൂട്ടേഷൻ ഓഫ് കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റിയുടെ പ്രിപ്പറേഷനിലേക്ക് വരും. Computation of Mooncake Limited's tax adjusted trading loss for the year ended 31st March 23. Operating loss 93,820. Then depreciation 7230. Then office equipment, lease office equipment, allowed indicate 0. Lease car 3,400 into 15% add back. Then entertaining staff allowed. സ്റ്റാഫിനെ റിലേറ്റ് ചെയ്ത് എന്ത് എക്സ്പെൻസും നമുക്ക് അലൗഡ് ആണ്. entertaining staff allowed indicate 0.
പൗണ്ടാ കാണിക്കണ്ടേ? ACCയുടെ സൈറ്റിൽ പൗണ്ടിന്റെ സിമ്പിൾ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ സ്പെസിഫിനില് ഓൾറെഡി നമ്മളിപ്പോ സൈറ്റിൽ നോക്കുമ്പോൾ ഇടയ്ക്ക് അത് വർക്ക് ആവുന്നില്ല. ബട്ട് റിയൽ എക്സാമിന് നോർമലി അത് വർക്ക് ആകേണ്ടതാണ്. ഈ വർക്ക് ആയില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ ഒക്കെ കേസിൽ കണ്ടു, ഇവിടെയൊക്കെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യനിന്ന് ഇതെടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് ഇട്ടാലും മതി. അതിങ്ങനെ ഈ ഹെഡിന്റെ ഇവിടെ ഈ ഒരു സെല്ലിൽ ഇങ്ങനെ കൊടുത്തു പോയാൽ മതി. മെയിൻ സെല്ലിൽ മാത്രം, ഓരോന്നിന്റെയും സൈഡിൽ വേണ്ട. Then entertaining overseas customers. Entertaining overseas customers. Add back 8720. Then QCD. $1,600. Add back. Then ഇനി ക്യാപിറ്റൽ അലവൻസ് ഒഴിവാക്കി മെയിൻ ഫോർമാറ്റിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. Then ക്യാപിറ്റൽ അലവൻസ്. രണ്ട് സെല് ജസ്റ്റ് ഇട്ട് എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ എന്നുള്ളത്. ടാക്സ് അഡ്ജസ്റ്റഡ്. ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് ലോസ്. Then next working computational capital allowance. Computation of capital allowance for the year ended 31st March 23. ഇവിടെ നമുക്കറിയാം മെയിൻ പൂൾ ആൻഡ് ക്യാപിറ്റൽ അലവൻസ്. ഈ ക്വസ്റ്റ്യനിലെ രണ്ട് ഹെഡിന്റെ ആവശ്യമുള്ളൂ. AI ഒന്നും വേണ്ട. മെയിൻ പൂൾ ആൻഡ് ക്യാപിറ്റൽ അലവൻസ്. Then opening value, tax written down value, brought forward 43,200. Then already നമുക്കറിയാം ഡിസ്പോസൽ മാത്രമേ ഉള്ളൂ. ഡിസ്പോസൽ. ബട്ട് ഡിസ്പോസൽ ആണെങ്കിലും നമുക്കറിയാം പിന്നീട് ബാലൻസിങ് അലവൻസ് ഒന്നും അല്ല വരിക. ട്രേഡ് സീസ് ചെയ്ത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് പ്രത്യേകം ഓർത്തോണം. ഡിസ്പോസൽ ഫസ്റ്റ് വൺ ഒന്നിച്ചിപ്പിട്ടാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ സെപ്പറേറ്റ് 11,800. Then car 1 8,100. Then car 2 5,300. So ഇത് ബാലൻസ് ചെയ്യുക. നമുക്കറിയാം നമ്മൾ നോർമൽ വേ പോലെ തന്നെ WDA കാൽക്കുലേറ്റ് ചെയ്യുക. മെയിൻ പൂൾ ആണ്. സോ WDA at the rate of 18%. 18,000 into 18%. ഈ എമൗണ്ട് ക്യാപിറ്റൽ അലവൻസിൽ 3240. ദെൻ ഇത് ബാലൻസ് ചെയ്യും. ഇതിന് നമ്മൾ ടാക്സ് റിട്ടേൺ ഡൗൺ വാല്യൂ ക്യാരി ഫോർവേഡ് എന്ന് പറയുന്നു. ടാക്സ് റിട്ടേൺ ഡൗൺ വാല്യൂ ക്യാരി ഫോർവേഡ്. ദെൻ നെക്സ്റ്റ് ലൈൻ maximum capital allowance 3240. ഇതിനി നമ്മൾ മെയിൻ ഫോർമാറ്റിൽ. ദെൻ ഇത് ബാലൻസ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കംപ്ലീറ്റ് ചെയ്തേ ഇത്രേ ഉള്ളൂ. കംപ്ലീറ്റ് ചെയ്തല്ലോ. ദെൻ അടുത്തത് സെക്കൻഡ് റിക്വയർമെന്റ്.
നമുക്കറിയാം കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ് ആണ്. Calculate companies corporation tax liability for each of the years 31st March 22 and March 23. 2 ഇയറിന്റെയും കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ജനറലി എഴുതി 2 സെല്ലിലായിട്ട് എഴുതി പോവുക ചെയ്യുന്നത് നോർമലി. കാറിന്റെ കേസ് എന്താന്ന് വെച്ചാൽ നമ്മളിവിടെ കാർ ലീസിന് എടുത്തിരിക്കുന്നത് CO2 എമിഷൻ 65 ഗ്രാം അല്ലേ. ഒരു കാറിന്റെ ലീസ് അതായത് CO2 എമിഷൻ മോർ ദാൻ 50 ഗ്രാം ആണെങ്കിൽ ഫുൾ ലീസ് കോസ്റ്റ് നമുക്ക് ഡിഡക്ഷൻ അലൗഡ് അല്ല. അതുകൊണ്ട് ഇപ്പൊ ഇവിടുത്തെ ലീസ് കോസ്റ്റ് എത്രയാണോ അതിന്റെ 15% ആഡ് ബാക്ക് ചെയ്യണം. CO2 എമിഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്. ഇത് okay. Then next requirement, computation of corporation tax liabilities for the year ended. Computation of corporation tax liabilities for the year ended. Year ended എന്ന് എഴുതിയിട്ട് ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഫോർ ദാന്ന് എഴുതിയാലും മതി. എന്നിട്ട് ഇയർ എൻഡഡ് 31st March 22 ഇയർ എൻഡഡ് 31st March 23 എന്ന് എഴുതുന്നു. എന്നിട്ട് നമുക്ക് ദേ ഇവിടെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഇത് കണ്ടോ, ടാക്സ് ഇയർ എൻഡഡ് March 22 തന്നിട്ടുണ്ട്. ലോസ് എമൗണ്ട് എഴുതരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ലോസ് എമൗണ്ട് എഴുതരുത്, പ്രോഫിറ്റ് എമൗണ്ട് മാത്രം എടുത്തെഴുതുക. സോ ട്രേഡ് പ്രോഫിറ്റ് 1,38,200. Property income 23,700. ക്യാപിറ്റൽ ലോസ് ആണ്, അതുകൊണ്ട് നമ്മൾ എഴുതുന്നില്ല. വേണമെങ്കിൽ എഴുതി ഫോർമാറ്റിലുള്ളതായതുകൊണ്ട് ക്യാപിറ്റൽ ലോസ് അല്ല ക്യാപിറ്റൽ ചാർജബിൾ ഗെയിൻ എഴുതി 0 എന്ന് ഇട്ടോളുക. എഴുതിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, കാരണം നമുക്ക് അവിടെ എമൗണ്ട് ഇല്ല, നെക്സ്റ്റ് ഇയറിലും ഇല്ല. ചാർജബിൾ ഗെയിൻ 0. ദെൻ QC നമുക്ക് ലാസ്റ്റ് എഴുതാം. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിച്ചു കാണും, ഇവിടെ ഓൾറെഡി ട്രേഡ് പ്രോഫിറ്റ് നമുക്ക് ഇയർ എൻഡഡ് March 23 നമ്മൾ ഓൾറെഡി ചെയ്തു. അതായത് ആക്ച്വലി അവിടെ ട്രേഡ് ലോസ് ആണ്, അതുകൊണ്ട് നമ്മൾ അവിടെ 0 ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ദെൻ ഇവിടെ പ്രോപ്പർട്ടി ലോസ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 4,400. ദാറ്റ് മീൻസ് ഇവിടെയും പ്രോപ്പർട്ടി ഇൻകം ഇല്ല, അതുകൊണ്ട് വീണ്ടും നമ്മൾ ഇവിടെ 0 ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ദെൻ ചാർജബിൾ ഗെയിൻ്റെ വർക്കിങ്ങിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് വരണം, എന്നിട്ട് വേണം അവിടെ 0 ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട്, കാരണം ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. സോ കമ്പ്യൂട്ടേഷൻ ചാർജബിൾ ഗെയിൻ എന്നുള്ള വർക്കിങ്ങിലേക്ക് പോകുന്നു. കമ്പ്യൂട്ടേഷൻ ഓഫ് ചാർജബിൾ ഗെയിൻ സെയിൽസ് that is 34,200. Sales 34,200 less cost 30,500. Balance is unindexed gain. Unindexed gain. ഇനി നമുക്കറിയാം ഇൻഡെക്സേഷൻ അലവൻസ് ആണ്. ബട്ട് ഓർക്കണം, ഇവിടെ 6,700 ഇൻഡെക്സേഷൻ അലവൻസ് ഉണ്ട്, നമുക്ക് ഫുള്ളിന്റെ ആവശ്യമില്ല. ബ്രാക്കറ്റിൽ റെസ്ട്രിക്റ്റഡ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ 3,700 ഡിഡക്ട് ചെയ്യുക. ദെൻ ഇത് ബാലൻസ് ചെയ്യുക. ഇനി ഈ 0 അവിടെ ലിങ്ക് ചെയ്താൽ മതി, അപ്പൊ ഓട്ടോമാറ്റിക്കലി അവര് എങ്ങനെ വന്നു എന്നുള്ളത് വർക്കിംഗ് വേണമെങ്കിൽ നോക്കിക്കോളും. ഇങ്ങനെ കിട്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ ഇയർ എൻഡഡ് March 23 ടോട്ടൽ പ്രോഫിറ്റ് ഒന്നും ഇല്ല, ബട്ട് നമുക്ക് ക്യാരി ബാക്ക് ചെയ്യാം. സോ ടോട്ടൽ പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്തു.
Then നമ്മള് trade loss, carry back എന്ന് കൊടുത്ത് നമുക്കറിയാം ദേ ഇവിടെ ഒന്നെങ്കിൽ ലിങ്ക് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ 79,000 ലോസ് വന്നിരുന്നു, അത് ലിങ്ക് ചെയ്യുക. ദെൻ നമുക്കറിയാം പ്രോപ്പർട്ടി ലോസ് ക്യാരി ബാക്ക് ഫെസിലിറ്റി ഇല്ല. പിന്നെ നമ്മുടെ ഈ വർഷത്തെ QCD നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1400. ദെൻ ബാലൻസ് ചെയ്യുക. $81,500. is the taxable total profit. Taxable total profit. Next line, corporation tax liability. $81,500 into 19%. Then one more requirement, unused losses ചോദിച്ചിട്ടുണ്ട്. Unused losses ഒരു property loss ഉണ്ട്, അത് amount 4,400 ആണ്. Then capital loss ഉണ്ട്, current yearലെ ലോസ് ഇല്ല, 0 ആണ്. പ്രീവിയസ് ഇയറിൽ ഒരു ലോസ് നിങ്ങൾ ഓൾറെഡി ശ്രദ്ധിച്ചു കാണും. ഇവിടെ ഒരു 4,900 ഓർ വേണേ ക്യാപിറ്റൽ ലോസ് ബ്രോഡ് ഫോർവേഡ് എന്ന് നമുക്ക് കൊടുക്കാം. ഇത് പ്രീവിയസ് ഇയർ ആണ്, 4,900. ഇതാണ് അൺയൂസ്ഡ് ലോസസ് എന്നും പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? കംപ്ലീറ്റ് ചെയ്ത എല്ലാവരും? Then അടുത്ത റിക്വയർമെന്റ്, അടുത്ത ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ഓർഡേഴ്സ്. ക്വസ്റ്റ്യൻ ഇതാണ്, ക്വസ്റ്റ്യൻ നമ്പർ 256, ലാസ്റ്റ് ഓർഡേഴ്സ്. Requirement, calculate last orders tax adjusted trading loss for the 10-month ended 31st January 23. Then your computation should commence with the operating loss figure 2,76,480. അവർ ഏതിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കണേന്ന് എപ്പോഴും പ്രത്യേകം ശ്രദ്ധിച്ചോണം. And should list all of the items referred to in notes 1, 2, 3 indicate by the use of 0 and any items which do not require adjustment. Then you should assume that the last orders claims maximum capital allowance. Then assuming last orders claims relief for its trade loss against taxable total profit for the 10-month ended January 23 and calculate company's taxable total profit for this period. അപ്പം ഓൾറെഡി നമ്മളോട് ട്രേഡിംഗ് ലോസ് ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റിൽ സെറ്റ് ഓഫ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റും പ്രിപ്പയർ ചെയ്യുക. യുവർ ആൻസർ ഷുഡ് ഷോ ദ എമൗണ്ട് ഓഫ് അൺയൂസ്ഡ് ലോസ്. കണ്ടോ, ഈച്ച് ആൻഡ് എവരി സെന്റൻസ് വായിച്ചോണം. ഇവിടെയും അൺയൂസ്ഡ് ലോസ് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒരു 1 മാർക്ക് ചിലപ്പോൾ അൺയൂസ്ഡ് ലോസ് കണ്ടുപിടിച്ച് എഴുതുന്നതിനായിരിക്കും. ആ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. Last orders limited ceased trading. Word ശ്രദ്ധിക്കുക, ceased trading 31st January 23. Having traded profitably for the previous 10-month years, and the ordinary share capital of last orders limited is owned by 80% by Gastro Limited and 20% by Government Limited. അപ്പൊ നമുക്കറിയാം ഇവിടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാം. ആക്ച്വലി ലാസ്റ്റ് ഓർഡേഴ്സ് 80% ഗ്യാസ്ട്രോ ലിമിറ്റഡ് അക്യൂർ ചെയ്തു. ദാറ്റ് മീൻസ് അത് 75% ഗ്രൂപ്പിലെ മെമ്പർ ആണ്. ഗവൺമെന്റ് ലിമിറ്റഡ് മെമ്പർ ആവില്ല, കാരണം 20% ഹോൾഡിംഗ് ഉള്ളൂ.
അപ്പൊ നമുക്കറിയാം ലോസ് സെറ്റ് ഓഫ് ചെയ്യും, നമ്മുടെ കറന്റ് ഇയറുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പ് മെമ്പറുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. ഓൾറെഡി നമ്മളോട് പറഞ്ഞിരുന്നത് ഓപ്പറേറ്റിംഗ് ലോസിൽ അല്ലെ, ഓപ്പറേറ്റിംഗ് ലോസിൽ സ്റ്റാർട്ട് ചെയ്യാനാണ് 276,480 സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, ഡിപ്രീസിയേഷൻ നമുക്കറിയാം ആഡ് ബാക്ക് ചെയ്യണം 9460. എംപ്ലോയി കോസ്റ്റ് നോട്ട് നമ്പർ 1. കൗൺസിലിംഗ് നമുക്കറിയാം അലൗഡ് ആണ്. പെൻഷൻ കോൺട്രിബ്യൂഷൻ എംപ്ലോയിക്ക് വേണ്ടി പെൻഷൻ പേ ചെയ്തെങ്കിൽ അലൗഡ് ആണ്. എംപ്ലോയേഴ്സ് ക്ലാസ് 1 NIC നമുക്കറിയാം നോർമലി അലൗഡ് ആണ്. ക്ലാസ് 1A അലൗഡ് ആണ്. എംപ്ലോയീസ് ബോണസ് അൺപെയ്ഡ് നമുക്കറിയാം ഡിഡക്ഷൻ അലൗഡ് അല്ല, അതുകൊണ്ട് ആഡ് ബാക്ക് ചെയ്യണം. ദെൻ ലീസ് കാർ കണ്ടോ, ഇവിടുത്തെ ശ്രദ്ധിച്ചോളാം, കണ്ടോ ഇവിടുത്തെ CO കമ്മീഷൻ 40 ഗ്രാം 40 ഗ്രാം ആയതുകൊണ്ട് ലീസ് കോസ്റ്റ് ഫുള്ളി അലൗഡ് ആണ്. മോർ ദാൻ 50 ആണെങ്കിലാണ് 15% ആഡ് ബാക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഫുള്ളി അലൗഡ് ആണ്, ഇൻഡിക്കേറ്റ് 0. ദെൻ അതർ എക്സ്പെൻസ് എന്റർടൈനിങ് UK സപ്ലയേഴ്സ് നമുക്കറിയാം നോർമൽ കേസിൽ ആഡ് ബാക്ക് ചെയ്യണം, അലൗഡ് അല്ല. എന്റർടൈനിങ് ഓവർസീസ് സപ്ലയേഴ്സ് അലൗഡ് അല്ല 440. QCD അലൗഡ് അല്ല, ആഡ് ബാക്ക്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആക്ച്വലി നമ്മുടെ P&Lലേക്ക് നമുക്ക് ക്യാപിറ്റൽ അലവൻസ് താഴേക്ക് ഉണ്ടാവും, ബാക്കി ജനറലി ഇത്രയും ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. ദെൻ പ്രോപ്പർട്ടി ബിസിനസ് ഇൻകത്തിലേക്ക് വരുമ്പം 10 month ended January 23 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യേണ്ടത് നിങ്ങളുടെ 10 month എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങളുടെ 10 month ഏപ്രിൽ അല്ലെ, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി. അപ്പം ഏപ്രിൽ 1st April 22 to 31st January 23. ഇതാണ് നിങ്ങളുടെ കമ്പനിയുടെ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ കമ്പനി നമുക്കറിയാം കമ്പനിയിൽ പോയിന്റ് ഓഫ് വ്യൂല് പ്രോപ്പർട്ടി ഇൻകം അക്രൂവൽ ബേസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെ കമ്പനിയിൽ റെന്റ് റിസീവ് ചെയ്തിരിക്കുന്ന ഡേറ്റ് February 22 to July 22 വരെയുള്ള 19,200 6 month ആണ്. ബട്ട് നിങ്ങളുടെ P&L പീരീഡ് ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത് 1st April 2 ആയിരിക്കും. അപ്പൊ 1st April to July എന്ന് പറയുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4 month ഉള്ളൂ. ഇവിടെ 19,200 6 month ആണ്. 6 monthന്റെ റെന്റ് നിങ്ങളുടെ P&L ഇൻകമായി കാണിക്കാൻ പാടില്ല, അതൊരു 10 month P&L ആണ്. സോ therefore 19,200 into 4 divided by 6 ആയിരിക്കും എടുക്കുക. ദെൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ കേസിൽ ഒരു 12 month ഇൻഷുറൻസ് ആണ്. 12 month എന്ന് പറയുമ്പോൾ നമ്മുടെ P&L ഓൾറെഡി പറഞ്ഞിരിക്കുന്ന P&L ഇവിടെ 12 month P&L 10 month ആയതുകൊണ്ട് 1,800 into 10 divided by 12 നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ഡിഡക്ട് ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ഇവിടെ റെന്റ് നിങ്ങൾക്കറിയാം 1st August 22 to January നിങ്ങളുടെ അക്കൗണ്ടിങ് പീരീഡ് തന്നെയാണ്. ഫുള്ള് 19,200 കൺസിഡർ ചെയ്യാം. ദെൻ റിപ്പേഴ്സ് നമുക്കറിയാം ഡിഡക്ഷൻ അലൗഡ് ആണ്, നോർമലി നമുക്ക് ഡിഡക്ട് ചെയ്യാം. ദെൻ പ്രോപ്പർട്ടി ബിസിനസ് ഇൻകം എന്ന് പറഞ്ഞാലും ആക്ച്വലി അത് ചാർജബിൾ ഗെയിനുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ഒരു പ്രോപ്പർട്ടിയാണ് സെയിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. The office building was sold on 31st January 23 and the profits has been calculated as a disposal proceeds 1,26,800 less cost 79,400 and indexation allowance. കണ്ടോ ഇവിടെയൊക്കെ ഇൻഡെക്സേഷൻ അലവൻസ് ഒക്കെ നമുക്ക് ഡയറക്ട്ലി തന്നിരിക്കുക. എങ്കിലും ഒറ്റ സെല്ലിൽ കൊണ്ടുപോയി ചാർജബിൾ ഗെയിൻ എന്ന് എഴുതരുത്. സെയിൽസ് പ്രൊസീഡ്സ് മൈനസ് കോസ്റ്റ് അൺഇൻഡെക്സ്ഡ് ഗെയിൻ ലെസ് ഇൻഡെക്സേഷൻ അലവൻസ് ചാർജബിൾ ഗെയിൻ, ആ ഒരു രീതിയിൽ ഫോർമാറ്റിൽ എഴുതാവൂ. Then additional information, plant and machinery. On 1st April 22, the tax written down value of last order's main pool was 24,200. All of the items included in the main pool 13,600 on 31st January 23. With none of the items sold for more than their original cost. Last orders has previously always made accounts to March
both Gastro and Government Limited are profitable and make up their accounts to 31st March. അപ്പൊ ഇവിടെ ആകെ ക്യാപിറ്റൽ അലവൻസിന്റെ കേസ് മെയിൻ പൂളിന്റെ ഓപ്പണിംഗ് വാല്യൂ തന്നിട്ട് പിന്നെ ഒരു ഡിസ്പോസൽ ട്രേഡ് CC ആണ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് നേരെ അത് പോസിറ്റീവ് ഫിഗർ എങ്കിൽ ബാലൻസിങ് അലവൻസ്, നെഗറ്റീവ് എങ്കിൽ ബാലൻസിങ് ചാർജ് എന്ന് പോകാനേ ഉള്ളൂ. ഇവിടെ ഇപ്പം ക്യാപിറ്റൽ അലവൻസിന്റെ ഒരു മെയിൻ ഫോർമാറ്റിലേക്ക് ഒന്നും പോകാനില്ല, കാരണം മെയിൻ പൂളിൽ ഒരു ഓപ്പണിംഗ് വാല്യൂ ലെസ് ഡിസ്പോസൽ എന്നേ ഉള്ളൂ. അത് ജസ്റ്റ് അവിടെ ഇന്നർ കോളത്തിൽ തന്നെ ചെയ്തു പോയാലും മതി, മേജർ വർക്കിംഗ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ കമ്പ്യൂട്ടേഷൻ ഓഫ് tax adjusted trade loss for the 10-month ended January 23, then computation of company's taxable total profit. Operating loss നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. Computation of last orders limited tax adjusted trading loss year ended 10-month ended കേട്ടോ, year ended അല്ല 10-month ended 31st January 23, then operating loss $276,480, 276,480 minus figure ഇടാൻ മറക്കണ്ട, നെഗറ്റീവ് ലോസ് ആണ്. Then depreciation 9460. Then employee cost ഓരോ ഐറ്റം പ്രത്യേകം എഴുതണം, പ്രത്യേകം ശ്രദ്ധിച്ചോളുക. കൗൺസിലിംഗ് 0, പെൻഷൻ കോൺട്രിബ്യൂഷൻ 0, employees class 1 0, employees class 1A 0, bonus declared unpaid 10,400. Lease car 0, then entertaining UK suppliers 1920, overseas suppliers 440, then QCD 800, then ഇനിയുള്ളത് ക്യാപിറ്റൽ അലവൻസ്. നമുക്കറിയാം ട്രേഡ് CCU ആണ്, അതുകൊണ്ട് ഓർത്തണം നമ്മൾ വേർഡ് യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ അലവൻസ് എന്നല്ല. ബാലൻസിങ് അലവൻസ് ഞാൻ ഇവിടെ എഴുതുന്നു. ബാലൻസിങ് അലവൻസ് വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് വാല്യൂ 24,200 ആണ്.
minus disposal 13,600 ആണ്. So 10,600 deduct ചെയ്യുന്നു. Balance is tax adjusted trading loss. Then second requirement, computation of taxable total profit ആണ്. Computation of taxable total profit. Then നേരെ tax adjusted trading loss കൂടെ കൊടുത്തേക്കുക. Tax adjusted trading loss. Then computation of taxable total profit for the 10-month ended 31st January 23. ട്രേഡിംഗ് ലോസ് അത് പിന്നെ നമുക്ക് എഴുതാനില്ല. നമുക്ക് ആകെ എഴുതാനുള്ള പ്രോപ്പർട്ടി ഇൻകവും ചാർജബിൾ ഗെയിനും ആണ് എഴുതാനുള്ളത്. പ്രോപ്പർട്ടി ഇൻകം വർക്കിങ്ങിലേക്ക് പോകണം. ചാർജബിൾ ഗെയിൻ, ദെൻ ടോട്ടൽ പ്രോഫിറ്റ്, ദെൻ അതിൽ നിന്നാണ് നമ്മൾ ട്രേഡ് ലോസ് കറന്റ് ഇയർ ഡിഡക്ട് ചെയ്യേണ്ടത്. ട്രേഡ് ലോസ് കറന്റ് ഇയർ. Then balance is taxable total profit. Balance is taxable total profit. Then next requirement, computation of property income. Computation of property income. Rent accrued. Rent accrued. ഇവിടെ വരുമ്പോൾ is equal to 19,200 divided by 6 into 4 plus 19,200. QCD ഡിഡക്ട് ചെയ്യണം. ഞാൻ ലോസിന് എത്രയുണ്ടെന്ന് നോക്കിയിട്ട് ചെയ്യാന്ന് വിചാരിച്ച എഴുതാത്തെ. ഞാൻ ഫോർമാറ്റിൽ എഴുതിയില്ലേ? ഫോർമാറ്റിൽ എഴുതിയില്ലല്ലേ? QCD മിക്കവാറും നമുക്ക് ഡിഡക്ട് ചെയ്യാൻ കാണില്ല. എന്നാലും നമ്മൾ 0 ഇൻഡിക്കേറ്റ് ചെയ്യണം. അത് വിട്ടുപോയതാ. QCD വിട്ടുപോയതാ. അത് എഴുതേണ്ടതാ. ഓക്കെ. Then rent accrued. Then insurance 1,800 divided by 12 into 10. Then repairs 7,700. Balance is property income. So 22,800. ഇവിടെ പ്രോപ്പർട്ടി ഇൻകത്തിന്റെ അവിടെ ലിങ്ക് ചെയ്യാം. Then chargeable gain. Chargeable gain, sales proceeds. $1,26,800 less cost 79,400. Balance is unindexed gain. Then indexation allowance 12,900. Balance is chargeable gain.
Balance is chargeable gain. Then ഇത് മെയിൻ ഫോർമാറ്റിലേക്ക് 34,500 chargeable gain മെയിൻ ഫോർമാറ്റില്. ഇതാണ് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ്. 22,800 plus 34,500. Then അതിൽ നിന്നും ട്രേഡ് ലോസ് ഡിഡക്ട് ചെയ്തു. QCD ഒന്നെങ്കിൽ വേസ്റ്റഡ് അല്ലെങ്കിൽ 0 എന്ന് കൊടുക്കുക. ഇവിടെ വേണം ബ്രാക്കറ്റിൽ അങ്ങോട്ട് വേസ്റ്റഡ് എന്ന് എഴുതിയാൽ മതി. എമൗണ്ട് കോളത്തിൽ 0 ഒന്നും ഇടുക, കാരണം നമുക്ക് യൂസ് ചെയ്യാനില്ല. Therefore taxable total profit is 0. Then unused losses നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. Unused loss നമുക്കറിയാം, ഇവിടുത്തെ അൺയൂസ്ഡ് ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രേഡ് ലോസ് മാത്രമേ ഉള്ളൂ. ട്രേഡ് ലോസ് നമുക്ക് ആക്ച്വലി വന്നത് 2,64,060 ആണ്. മൈനസ് നമ്മൾ കറന്റ് ഇയർ സെറ്റ് ഓഫ് ചെയ്തു. കറന്റ് ഇയർ ടോട്ടൽ പ്രോഫിറ്റുമായിട്ട് നമ്മൾ സെറ്റ് ഓഫ് ചെയ്തു. അത് സെറ്റ് ഓഫ് ചെയ്തത് 57,300 ആണ്. 57,300. ഇതാണ് അൺയൂസ്ഡ് ലോസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സ്മോൾ റിക്വയർമെന്റ് കംപ്ലീറ്റ് ചെയ്ത എല്ലാവരും. ഇനി ഒരു സ്മോൾ റിക്വയർമെന്റും കൂടെ ഉണ്ട്. ഓക്കെ, explain the alternative ways in which last orders unused trade loss for the 10-month ended 31st January could be relieved. എങ്ങനെയായിരിക്കും ഇനി നമുക്കറിയാം ബാലൻസ് ലോസ് ഉണ്ട്, അതെങ്ങനെയൊക്കെ ആയിരിക്കും റിലീവ് ചെയ്യാം അല്ലെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാം. നമുക്കറിയാം ഫ്യൂച്ചറിലെ ടോട്ടൽ പ്രോഫിറ്റുമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. നമ്മുടെ തന്നെ സെയിം കമ്പനിയുടെ ഫ്യൂച്ചറിലെ ടോട്ടൽ പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ കറന്റ് ഇയറിൽ നമുക്ക് ഗ്രൂപ്പ് ടോട്ടൽ പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം ആഫ്റ്റർ QCD. നമ്മുടെ തന്നെയാണെങ്കിൽ പ്രിസർവ് QCD, ഗ്രൂപ്പുമായിട്ട് ആഫ്റ്റർ QCD. ദെൻ ഗ്രൂപ്പുമായിട്ട് ഫ്യൂച്ചറിലെയും ടോട്ടൽ പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം ആഫ്റ്റർ QCD. എന്നിട്ട് ഗ്രൂപ്പുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടെ ഇവിടെ സിനാരിയോയിലേക്ക് ലിങ്ക് ചെയ്യണം. ഇവിടെ ഗ്രൂപ്പ് മെമ്പർ എന്ന് പറയും, നമുക്കറിയാം ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 75% ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തമ്മിലാണ് ലോസ് സെറ്റ് ഓഫ് ചെയ്യാവുന്നത്. ഇവിടെ ആകെ 75% ഗ്രൂപ്പിലെ മെമ്പർ ആരേ ഉള്ളൂ? ഗ്യാസ്ട്രോ ലിമിറ്റഡ് മാത്രമേ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആയിട്ടുള്ളൂ. സോ ഗ്യാസ്ട്രോ ലിമിറ്റഡുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഗവൺമെന്റ് ലിമിറ്റഡ് നമ്മുടെ ഗ്രൂപ്പ് മെമ്പർ അല്ല. സോ ഗവൺമെന്റ് ലിമിറ്റഡുമായിട്ട് ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങളാണ് എക്സ്പ്ലനേഷനിലും പോകേണ്ടത്. ക്ലിയർ ആണോ? സോ അപ്പം കോർപ്പറേഷന്റെ ആക്ച്വലി റിവിഷൻ കിറ്റിൽ പ്രത്യേകിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ഒന്നുമില്ല. ഈ ഒരു സ്റ്റൈലാണ്. ഈ പ്രോപ്പർട്ടി സെറ്റ് ഓഫ് ചെയ്യുന്നിടത്ത് നിങ്ങൾ നോർമലി തെറ്റിക്കാറുണ്ട് റെന്റ് അക്രൂഡ് എടുക്കുമ്പോൾ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. പിന്നെ ചാർജബിൾ ഗെയിൻ കമ്പ്യൂട്ടേഷനിലേക്ക് വരുമ്പോൾ ഇൻഡെക്സേഷൻ അലവൻസ് വരുവാണെങ്കിൽ ലോസ് വരുന്ന ആ ഒരു സിറ്റുവേഷൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ബാക്കിയൊക്കെ നമുക്ക് നോർമൽ വേ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു കോംപ്ലിക്കേറ്റഡ് കേസില്ല. 2-3 സ്മോൾ ഇതുപോലെ തിയറീസ് ഉണ്ടാവും. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലോസ് റിലീഫ്, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞാൽ എങ്ങനെയൊക്കെ ആയിരിക്കും ലോസ് സെറ്റ് ഓഫ് ചെയ്യുക എന്നുള്ള തിയറീസ് ഉണ്ടാവും. ആ ഒരു തിയറീസും കൂടെ മനസ്സിലാക്കി നേരത്തെ അറിഞ്ഞിരുന്നു വെച്ചാൽ മതി. ഗ്രൂപ്പ് സെറ്റ് ഓഫ് ചെയ്യുന്നത് നമ്മുടെ കറന്റ് ഇയർ എന്നുള്ള രീതി. ഇനി എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്കൊരു ടാക്സ് പ്ലാനിങ്ങിന്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ്. അത് സാറ്റർഡേ മോർണിംഗ് 10-നായിരിക്കും. നാളെ ക്ലാസ് ഇല്ല, ഇനി സാറ്റർഡേ ഉള്ളത്. സെക്ഷൻ
ബി കമ്പൽസറി അല്ല എന്ന് ചോദിച്ചാൽ എന്താ ഉദ്ദേശിച്ചത്? ചെയ്ത് പഠിക്കുന്ന കേസാണോ ഉദ്ദേശിച്ചത്? ചെയ്ത് പഠിക്കുന്ന ടൈം ഉണ്ടെങ്കിൽ ചെയ്ത് പഠിച്ചോ. കാരണം സെക്ഷൻ എയിലേക്ക് വരുന്ന MCQ ക്വസ്റ്റ്യൻ ഒക്കെ ഈസി ആയിരിക്കും. ടൈം ഉണ്ടെങ്കിൽ ചെയ്ത് പഠിക്കുക തന്നെയാണ് ബെറ്റർ. നോർമലി സെക്ഷൻ ബിയിൽ വരുന്ന IST, VAT ആൻഡ് CGT ആയിരിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു. വൈൻഡ് അപ്പ് ചെയ്യുവാണ്. താങ്ക് യു. മാം ഹലോ. പറഞ്ഞു. ഈ CC മാത്രമല്ല ബാലൻസിങ് അലവൻസും ഇതും ബാലൻസിങ് ചാർജ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ട്രേഡ് സീസ് ചെയ്യുമ്പോഴാണോ എന്നാണ് ചോദിച്ചത്? ട്രേഡ് സീസ് ചെയ്യുമ്പോൾ ബാലൻസിങ് ചാർജ് എപ്പോൾ വേണേലും റൈസ് ആകാം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് നെഗറ്റീവ് ഫിഗർ വരുന്ന എല്ലാ സിറ്റുവേഷനിലും ബാലൻസിങ് ചാർജ് വരാം. ബാലൻസിങ് അലവൻസ് ആണ് ട്രേഡ് സീസ് ചെയ്യുമ്പോൾ എന്നുള്ളത്. അത് ട്രാൻസ്ഫർ ചെയ്യാം, ക്യാപിറ്റൽ അലവൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അത് ചെയ്യാം. ട്രേഡ് സീസ് ചെയ്യണമെന്നില്ല. ശരി. ശരി.